ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിത സഹസ്രനാമ സ്തോത്രം ലളിതമായ രീതിയിൽ എങ്ങനെ പഠിക്കാം എന്ന ഈ പാഠ്യപദ്ധതിയിൽ ഇതുവരെ 77 മുതൽ 80 വരെയുള്ള നാമമന്ത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 81 മുതൽ 84 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. ഈ നാമമന്ത്രങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചൊല്ലേണ്ടവയാണ്. ആയതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളുടെയും അവസാനം ഓച്ചോ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 81ാമത്തെ നാമമന്ത്രത്തിലേക്ക്. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. പഠിക്കാനായുള്ള എളുപ്പത്തിനായിട്ട് ഈ മന്ത്രത്തെ നമുക്കൊന്ന് പദച്ഛേദം ചെയ്ത് റിവേഴ്സിൽ ചൊല്ലി നോക്കാം. അസുരസൈനിക നിർദഗ്ധാസുരസൈനിക, അഗ്നി നിർദഗ്ധാസുരസൈനിക, മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. ചൊല്ലുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. മഹാപാശുപത എന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ഒരു ആ ചേർത്തിട്ടുണ്ട്. ആ എന്ന അക്ഷരം ചേർത്തുകൊണ്ട് ജപിച്ചു മുന്നോട്ട് പോവുക. മഹാപാശുപതാസ്ത്ര, പിന്നെ അസ്ത്ര എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആ ചേർത്തുണ്ട്, അഗ്നിക്ക് വേണ്ടിയിട്ടുള്ള ആ. അപ്പൊ ഇങ്ങനെ ജപിച്ചു പോകുമ്പോൾ സ്ഥൂലാർത്ഥം താനെ മനസ്സിലേക്ക് വരും. അതുപോലെ അർത്ഥഭംഗം, മന്ത്രാർത്ഥം മാറിപ്പോവില്ല. മഹാപാശുപതാസ്ത്രാഗ്നി, പിന്നെ നിർദഗ്ധം. ഇവിടെ നിർദ എന്നുള്ള ദ അല്പപ്രാണനാണ്. അത് കഴിഞ്ഞിട്ട് ഗ, പിന്നെ അല്പപ്രാണൻ പ്ലസ് മഹാപ്രാണൻ, അതായത് നിർദഗ്ധ, ദ പ്ലസ് ധ. അപ്പൊ നിർദഗ്ധ എന്ന് ചൊല്ലണം. അതിനുശേഷം വീണ്ടും പദച്ഛേദം ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും ഒരു ആ ചേർത്തിട്ടുണ്ട്. നിർദഗ്ധാസുരസൈനിക, ഇങ്ങനെ ചൊല്ലണം. അതല്ലാതെ ഇപ്പോൾ സപ്പോസിങ് നിർദഗ്ധ എന്ന് കഴിഞ്ഞിട്ട് ആ ചേർക്കാതെ സുരസൈനിക എന്ന് ചൊല്ലിപ്പോ വിചാരിക്കുക. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക, ആ സൈലന്റ് ആയിട്ട് സുരസൈനിക എന്ന് ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോകും. ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് മഹാപാശുപതാസ്ത്രത്തിന്റെ അഗ്നിയാൽ നിശേഷേണ ദഹിക്കപ്പെട്ട അസുര സൈന്യത്തോട് കൂടിയവൾ എന്നാണ്. ഇപ്പൊ നമ്മള് നിർദഗ്ധ സുരസൈനിക എന്ന് ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ മഹാപാശുപതാസ്ത്രത്തിന്റെ അഗ്നിയാൽ നിശേഷേണ ദഹിക്കപ്പെട്ട ദേവസൈന്യത്തോട് കൂടിയവൾ എന്നുള്ള ഒരു അർത്ഥം വരും അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുകളിൽ ആ എന്നുള്ള അക്ഷരമൊക്കെ ചേർത്ത് ജപിച്ചു പോയാൽ അർത്ഥം ഒരിക്കലും തെറ്റില്ല. അപ്പം നമ്മൾക്ക് സ്ഥൂലാർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി അർത്ഥത്തിനൊരു മാറ്റം വരില്ല. അതാണ് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം. അപ്പം ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. മഹാപാശുപതാസ്ത്രം, അത് പണ്ട് പശുപതിയായ മഹാദേവൻ തൻ്റെ പാശുപതാസ്ത്രം പാർത്ഥന് നൽകിയ കഥയ്ക്ക് നമുക്കറിയുന്നതാണ്. ആ മഹാപാശുപതാസ്ത്രം ശിവശക്തിഐക്യ രൂപിണിയായ മഹാദേവി ഭണ്ഡാസുരന് നേരെ പ്രയോഗിച്ചു. ആ പ്രയോഗത്തിൽ ഭണ്ഡാസുരന്റെ 40 സേനാപതികളും സൈന്യത്തെയും നിശേഷേണ അമ്മ ദഹിപ്പിച്ചു. അതാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി 82ാമത്തെ നാമമന്ത്രത്തിലേക്ക്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക. റിവേഴ്സ് ചൊല്ലുമ്പോൾ സഭണ്ഡാസുരശൂന്യക, നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക, കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാമേശ്വര, ഇവിടെ ഷാ പ്ലസ് വായാണ്. കാമേശ്വര, കാമേശ്വരാസ്ത്ര എന്ന് ചൊല്ലിപ്പോകരുത്. കാമേശ്വരാസ്ത്ര. ഇവിടെ ഒരു പാഠഭേദം കൂടിയുണ്ട്. അതായത് കാമേശ്വരാഗ്നി എന്നുകൂടി ഒരു പാഠഭേദം പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ളത് കാമേശ്വരാസ്ത്രം എന്നാണ്. അപ്പൊ അതാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ, മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിർദഗ്ധം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക, വീണ്ടും ആ സഭണ്ഡാസുരശൂന്യക എന്ന് ചൊല്ലാതെ സഭണ്ഡാസുരശൂന്യക എന്ന് ചൊല്ലിപ്പോവുക. അപ്പൊ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതല്ലാതെ
കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക അങ്ങനെ ചൊല്ലരുത്. ശൂന്യക നേരത്തെ അസുര സൈനിക ഇങ്ങനെ തന്നെ ഉച്ചരിച്ചു പോകണം. അപ്പോൾ ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം: പാശുപതാസ്ത്രത്തെക്കാൾ സംഹാര ശക്തി കൂടുതലുള്ള ദിവ്യാസ്ത്രമാണ് കാമേശ്വരാസ്ത്രം. ആ കാമേശ്വരാസ്ത്രം ദേവി ഭണ്ഡാസുരന് നേരെ പ്രയോഗിച്ചു. ആ പ്രയോഗത്തിൽ നിശേഷേണ ദഹിപ്പിക്കപ്പെട്ട, അതായത് നിർദഗ്ധമായ സഭണ്ഡാസുരൻ, സ എന്നാൽ കൂടിയ എന്നാണ് ഇവിടെ ഒരു അർത്ഥം. ഭണ്ഡാസുരനും പിന്നെ ശൂന്യകം എന്ന ഭണ്ഡാസുരന്റെ പട്ടണവും അതിലുള്ള സർവ്വസാധനങ്ങളും ദേവിയുടെ ഈ അസ്ത്രപ്രയോഗത്താൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പശുന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മഹാദേവിക്ക് നമസ്കാരം. ഇനി 83-ാമത്തെ നാമമന്ത്രം: ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. റിവേഴ്സ് ചൊല്ലുമ്പോൾ വൈഭവ, സംസ്തുത വൈഭവ, മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ, ഉപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ, ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രഹ്മോ, ഇവിടെ ബ്രഹ്മം എന്ന് എഴുതിയിട്ടാണുള്ളത്. ഹ പ്ലസ് മായാണ്. പക്ഷെ മന്ത്രങ്ങളെല്ലാം ഉച്ചരിക്കുമ്പോൾ മാ പ്ലസ് ഹായാണ് ഉച്ചരിക്കേണ്ടത്. എഴുതുമ്പോൾ ഹ പ്ലസ് മായാണെങ്കിലും നമ്മൾ ജപിക്കുമ്പോൾ ബ്രഹ്മം ഇങ്ങനെ വരണം. ബ്രഹ്മ, ആ ബ്രഹ്മോ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഉപേന്ദ്രൻ എന്ന് കറക്റ്റായിട്ട് വരും. ബ്രഹ്മാവ്, പിന്നെ ഉപേന്ദ്രൻ എന്നാൽ വിഷ്ണു. വിഷ്ണു ഭഗവാനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മോപേന്ദ്ര, അതല്ലാതെ ബ്രഹ്മോപേന്ദ്ര എന്ന് ഉച്ചരിച്ചു പോകരുത്. ബ്രഹ്മോപേന്ദ്ര. പിന്നെ മഹേന്ദ്രൻ, അവിടെ മഹേന്ദ്ര, അവിടെ ഈ ചെറുതായിട്ടൊന്ന് കേൾക്കുന്ന രീതിയിൽ ഉച്ചരിച്ചു പോയാൽ വളരെ നന്നായി. എന്തായാലും ഈ മുകളിൽ ചേർത്തിട്ടുണ്ട്. മഹേന്ദ്ര ആദി, ആദി തുടങ്ങിയ എന്നാണ് അർത്ഥം ഇവിടെ. മഹേന്ദ്ര, അതായത് ദേവേന്ദ്രനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മഹേന്ദ്രാദി, അങ്ങനെയുള്ള ദേവന്മാരാൽ. ഇവിടെ ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ സംസ്തുത എന്നാണ് ചൊല്ലിയത്. അതായത് നാസിക ചേർത്തുകൊണ്ട്, അനുസ്വാരം ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്ന ഒരു രീതി. അത് പണ്ഡിതന്മാരും ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ് ഉച്ചരിക്കാറുള്ളത്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. സംസ്തുത എന്ന് ഉച്ചരിക്കാം, അതും കറക്റ്റാണ്. ഇപ്പം ഞാൻ പഠിച്ചത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിച്ചു പോയത്. ഇപ്പം സംസ്തുത എന്ന് തന്നെ ഉച്ചരിച്ചോളൂ, ഒരു തെറ്റുമില്ല. സംസ്തുത അല്ലെങ്കിൽ സംസ്തുത വൈഭവ. ഇവിടെ ഭ ശ്രദ്ധിക്കണം, മഹാപ്രാണനാണ്. വൈഭവ എന്ന് നീട്ടേണ്ടതാണ്. അപ്പോൾ ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം: ബ്രഹ്മാവ്, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ അതായത് ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ സമ്യക്കാവണ്ണം സ്തുതിക്കപ്പെട്ട വൈഭവത്തോടു കൂടിയ ആ മഹാദേവിക്ക് നമസ്കാരം. അമ്മ ഭണ്ഡാസുരനെയും ആ ഭണ്ഡാസുരന്റെ പട്ടണവും എല്ലാം നശിപ്പിച്ച് നിൽക്കുന്ന ആ സമയത്ത് ദേവന്മാർക്ക് മുക്തി കിട്ടി. ഭണ്ഡാസുരന്റെ ആ എന്താ പറയാ ഭരണത്തിൽ നിന്നും അവരൊക്കെ രക്ഷപ്പെട്ടു. അപ്പം അതിലുള്ള ആ അമ്മയുടെ വൈഭവം കണ്ട് അവരെല്ലാവരും അമ്മയെ സ്തുതിച്ചു. ആ വൈഭവത്തോടു കൂടി അമ്മയ്ക്ക് നമസ്കാരം. ഇനി 84-ാമത്തെ നാമമന്ത്രം: ഹരനേത്രാഗ്നിസന്ദഗ്ധ കാമസഞ്ജീവനൌഷധി. ഇവിടെ റിവേഴ്സ് ചൊല്ലുമ്പോൾ സഞ്ജീവനൌഷധി, കാമസഞ്ജീവനൌഷധി, സന്ദഗ്ധ കാമസഞ്ജീവനൌഷധി, ഹരനേത്രാഗ്നിസന്ദഗ്ധ കാമസഞ്ജീവനൌഷധി. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹരനേത്ര, പിന്നെ മുകളിൽ ആ ചേർത്തിട്ടുണ്ട്. ഹരനേത്രാഗ്നി അങ്ങനെ ചൊല്ലിപ്പോവുക, മുറിക്കാനും പാടില്ല. ഹരനേത്രാഗ്നി സന്ദഗ്ധ, അവിടെ ഗ ചെറുതായിട്ടേ കേൾക്കുള്ളൂ, നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും. ഇപ്പൊ സന്ദഗ്ധ ദ പ്ലസ് ധ ആണ് നേരത്തെ പറഞ്ഞതുപോലെ, നിർദഗ്ധ എന്ന് പറഞ്ഞതുപോലെ തന്നെ. പിന്നെ കാമ സഞ്ജീവനൌഷധി, സഞ്ജീവനൌഷധി എന്ന് ചൊല്ലിപ്പോകരുത്, സഞ്ജീവനൌഷധി. അതുകൊണ്ടാണ് ഔ എന്ന് മുകളിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ
ഔഷധീന്നിൻ്റെ ഔ ചേർത്തുകൊണ്ട് വേണം ജപിച്ച് പോകാൻ. പിന്നെ ഔഷധി കഴിഞ്ഞിട്ട് നീട്ടാൻ പാടില്ല, വിസർഗമാണ് അവിടെ, 2 കുത്ത് കണ്ടിട്ടുണ്ടല്ലോ. ഔഷധി എന്ന് വിടലായിട്ട് ഉച്ചരിക്കുക, അപ്പോഴാണ് കുറച്ചുകൂടി മന്ത്രത്തിൻ്റെ ശക്തി കൂടുക. അതല്ലാതെ ഔഷധിഹി എന്നും ഉച്ചരിക്കാം. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം: ശ്രീ പരമേശ്വരൻ്റെ 3-ാം കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ നിശേഷേണ ദഹിപ്പിക്കപ്പെട്ട എരിഞ്ഞു തീർന്ന കാമദേവൻ, അതായത് സന്ദഗ്ധം എന്നാൽ എരിഞ്ഞു പോയ കാമദേവന് മൃതസഞ്ജീവനിയായവൾ, അതായത് സഞ്ജീവൻ ഔഷധി, മൃതസഞ്ജീവനിയായ ആ മഹാദേവിക്ക് നമസ്കാരം എന്നാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവൻ ഔഷധിയായ ആ മഹാദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ.